ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 ചിറക് വിരിച്ച് എന്ന പാഠഭാഗത്തിലെ ചിറകുള്ള ബസ് എന്ന ഭാഗമാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലെ ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വിഷ്ണുപ്രസാദ് എഴുതിയ ചിറകുള്ള ബസ് എന്ന കൊച്ചു കവിതയിലൂടെയാണ് യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ചിറകുള്ള ബസ് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയതാരാണ്? വിഷ്ണുപ്രസാദ്. കവിതയുടെ ആശയം നോക്കാം. ബസ്സിൽ വിനോദയാത്രയ്ക്ക് പോകുകയാണ് കുട്ടികൾ. അവർ സന്തോഷത്തോടെ ജനലിലൂടെ കൈവീശുന്നു. പുതിയ കാഴ്ചകൾ കണ്ട് സന്തോഷിക്കുന്നു. ബസ്സിൻ്റെ ഇരുവശത്തുമുള്ള കുട്ടികളുടെ കൈകൾ കണ്ടാൽ ബസ്സിൻ്റെ ചിറകുകൾ പോലെ തോന്നും എന്ന് കവിതയിൽ പറയുന്നു. മക്കളെ, തളിർക്കയ്യുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ കുഞ്ഞിക്കൈകളെയാണ് തളിർക്കയ്യുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യം നോക്കാം. ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം നോക്കാം. ബസ്സിൻ്റെ ജനലിലൂടെ കുട്ടികൾ കൈവീശുന്നു. ഇത് കാണുമ്പോൾ ബസ്സിന് ചിറകുകൾ ഉള്ളതായി തോന്നും. ബസ്സിൻ്റെ വേഗത്തിലുള്ള സഞ്ചാരത്തിന് ചിറകുമുളച്ചു എന്നും നാം പറയാറുണ്ട്. യാത്രയുടെ രസവും കുട്ടികളുടെ ഉത്സാഹവും ബസ്സിൻ്റെ വേഗതയും ചിറകുമുളച്ചു എന്ന പ്രയോഗത്തിലുണ്ട്. അടുത്തു നോക്കാം. മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളുമുണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. ഇവിടെ തന്നിരിക്കുന്ന കവിത അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ മുന്നറിയിപ്പ് എന്ന കവിതയാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പല് കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കൂഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവിതയുടെ ആശയം നോക്കാം. ഒരു വസ്തുവിൻ്റെ ബാഹ്യരൂപം മാത്രം കണ്ടാണ് ഓരോരുത്തരും അതിനെ വിലയിരുത്തുന്നത് എന്ന് കവിതയിൽ പറയുന്നു. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കാണണമെന്ന് വിചാരിക്കുന്നത് ശരിയായ രീതിയിൽ കാണാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത്. കടലുകൾ കാണാൻ പോയപ്പോൾ കണ്ടത് തിരമാലകൾ മാത്രമാണെന്ന് കവി പറയുന്നു. കടലിൽ വസിക്കുന്ന അനേകം ജീവജാലങ്ങളെയോ അനന്തമായ ജലപ്പരപ്പോ കടലിൻ്റെ ആഴമോ ഒന്നും ആ കാഴ്ചയിൽ കാണാൻ കഴിയില്ല. കപ്പൽ കാണാൻ പോയപ്പോൾ കണ്ടത് കൊട്ടാരം പോലെ ഒരു കൂറ്റൻ മണിമാളികയാണ്. കപ്പൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരുവന് ആദ്യ കാഴ്ചയിൽ കപ്പൽ വലിയൊരു കൊട്ടാരം പോലെ മാത്രമേ തോന്നൂ. കാടുകൾ കാണാൻ പോയിട്ട് മരങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് കവി പറയുന്നത്. കാട് എന്നാൽ വെറും മരക്കൂട്ടം മാത്രമല്ല. കാട്ടിൽ ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളെയോ കാട് നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളോ ഒന്നും തിരിച്ചറിയാത്തവർക്ക് കാട് മരങ്ങളുടെ കൂട്ടം മാത്രമായാണ് തോന്നുക. വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് വലിയൊരു കിണർ മാത്രമാണ്. ആനയെ വീഴ്ത്താനുള്ള കെണിയാണ് വാരിക്കുഴി. അത് ശരിക്കും ചതിക്കുഴിയാണ്. ഈ തിരിച്ചറിവില്ലാത്തവന് അത് വെറും കിണറായി മാത്രമേ തോന്നുകയുള്ളൂ. ഒരു വനത്തെ വനമായിട്ടും കടലിനെ കടലായിട്ടും പൂർണ്ണമായും മനസ്സിലാക്കാൻ ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഉൾക്കാഴ്ചയും അനുഭവജ്ഞാനവും ആവശ്യമാണെന്ന് കവി സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നേടുന്ന അറിവ് ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കവിത താളത്തിൽ ചൊല്ലൂ. മക്കളെ, നിങ്ങൾ കവിത താളത്തിൽ ചൊല്ലുക. രണ്ടാമത്തെ ചോദ്യം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയൂ. ഉത്തരം നോക്കാം.
കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇതിന് കാരണം നമ്മുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണ്. നമ്മൾ ഒരു പ്രത്യേക ചിന്തയുമായി ഒരു വസ്തുവിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആ ചിന്തയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. തന്മൂലം ആ വസ്തുവിൻ്റെ മറ്റു പ്രധാനപ്പെട്ടതും മനോഹരമായതുമായ പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നു. ഉദാഹരണത്തിന്, കാട് കാണാൻ ചെല്ലുന്ന ഒരാൾ അവിടെ ഉയരമുള്ള മരങ്ങൾ മാത്രമേ ശ്രദ്ധിക്കൂ. അവൻ അവിടെയുള്ള ചെറുചെടികൾ, പൂക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, മണ്ണിൻ്റെ ഘടന ഇതൊന്നും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് കാട് എന്നാൽ മരങ്ങൾ മാത്രമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് അവൻ എത്തുന്നത്. കവിതയോടൊപ്പം നൽകിയ ചിത്രം നമ്മുടെ കാഴ്ചയുടെ പരിമിതിയെ ആവിഷ്കരിക്കുന്നു. പാഠപുസ്തകം പേജ് 9 ചിത്രത്തിലെ ചില കാഴ്ചകൾ മാത്രമാണ് കവിതയോടൊപ്പം നൽകിയിരിക്കുന്നത്. ചിത്രത്തിലെ മരത്തിനു കീഴിലുള്ള ആകാശം മാത്രമാണ് ആദ്യ കാഴ്ചയിൽ നാം ശ്രദ്ധിക്കുക. സൂക്ഷിച്ചു നോക്കുമ്പോൾ മാത്രമാണ് കരടിയെയോ കുരങ്ങനെയോ കാണാൻ കഴിയുക. താഴെ മുയലിനെ കാണുന്നയാൾ ആ രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന താറാവിനെ കാണുന്നില്ല. ഈ ചിത്രീകരണങ്ങളെല്ലാം കവി പറയുന്ന ആശയത്തെ ശരിവയ്ക്കുന്നു. നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ചുറ്റുമുള്ള ലോകത്തിൻ്റെ വിശാലതയും സൗന്ദര്യവുമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ചിന്തകൾ വിശാലമാകുമ്പോഴാണ് കാഴ്ചകൾ വലുതാകുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ മാത്രമല്ല, പറക്കുന്ന പക്ഷികൾ, നക്ഷത്രങ്ങൾ, മേഘങ്ങളുടെ മാറുന്ന രൂപങ്ങൾ എന്നിവയെല്ലാം കാണാൻ കഴിയും. വനത്തിൽ പോകുമ്പോൾ മരങ്ങൾ മാത്രമല്ല, അവിടെയുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ചെറുപ്രാണികൾ തുടങ്ങി എല്ലാ ജീവജാലങ്ങളെയും കാണാനും കാടിനെ അനുഭവിക്കാനും കഴിയും. അതുകൊണ്ട് ഒരു വസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും നമ്മുടെ ചിന്തകൾ വിശാലമാകണം. തുറന്ന മനസ്സോടെ നോക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ കാഴ്ചകൾ കാണാൻ സാധിക്കുക. ഇതോടുകൂടി മുന്നറിയിപ്പ് എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ചിറക് വിരിച്ച് എന്ന യൂണിറ്റിലെ മറ്റു ഭാഗങ്ങളുമായി വീണ്ടും കാണാം.